ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ തിരുവോണമായിരുന്നു, എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചു എന്ന് കരുതുകയാണ്. അപ്പം സേഫായിട്ട് എല്ലാവരും ഇരിക്കുക. ഇന്ന് മൂന്നാം ഓണമാണ്, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇന്നും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുക. ആദ്യം നമുക്ക് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നോക്കാം. 198 പോയിന്റ് സബ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് S&P ആൻഡ് നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നെഗറ്റീവിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് പരിശോധിക്കുമ്പോൾ ടോട്ടലി ഫ്ലാറ്റ് രീതിയിലാണ് ട്രേഡ് ചെയ്തത്. FTSE, CAC, DAX എല്ലാം വലിയ പോയിന്റ്സിൻ്റെ ഡിഫറൻസ് ഇല്ലാതെ ട്രേഡിംഗ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് പ്രധാനപ്പെട്ട നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 44 പോയിന്റ് സബ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാം. ആൻഡ് നിക്കി നോക്കുകയാണെങ്കിൽ 217 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് സ്ട്രേറ്റ് ടൈംസ് 35 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. ഹാങ്സങ് 141 പോയിന്റ് സബ്സൈഡിലാണ്. തായ്വാൻ വൈറ്റിൽ 317 പോയിന്റ് സബ്സൈഡിലാണ്. ആൻഡ് കോസ്പി മോസ്റ്റ്ലി 100 പോയിന്റ് അപ്സൈഡിലാണ്, അതായത് 1.48% അപ്പാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഓപ്പണിങ്ങിൻ്റെ സാധ്യതയാണ് കാണുന്നത്. നിഫ്റ്റി എന്തായാലും അങ്ങനെ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് പോസിബിലിറ്റി ഉള്ളത്. സോ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, 2 ദിവസം മുന്നേ അതായത് മെനഞ്ഞാന്ന് തന്ന ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അവസാന മിനിറ്റിൽ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുകയാണ് ഉണ്ടായത്. നിങ്ങൾ നോക്കി 15 മിനിറ്റ് ചാർട്ട് എടുത്തു, മാർക്കറ്റ് ആ ഡിമാൻഡ് സോണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ചാർട്ട് ഇനിയും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നമ്മൾ ലെവൽസ് എല്ലാം മാറ്റി. അപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യുന്നത് നോക്കാം. മാർക്കറ്റ് ഒരു വലിയ മൂവ്മെൻറ്റ് തന്ന സോൺ എന്ന് പറയുന്നത് ഈ സോണാണ്. മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻറ്റ് തന്നതിൻ്റെ ഒരു സോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ റീടെസ്റ്റ് സോണിലാണ്. ഓക്കെ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇത്രയും വലിയൊരു സോൺ ബ്രേക്ക് തന്നതിൻ്റെ ഏരിയൻ്റെ റീടെസ്റ്റ് സോണിലേക്കാണ് മാർക്കറ്റ് എത്തുന്നത്. അപ്പോൾ മിക്കവാറും പോസിബിലിറ്റി ഒന്നെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സ് ചെയ്യണം, അതായത് 24,180 റേഞ്ചിൽ നിന്ന് റിവേഴ്സ് ചെയ്യണം ഒന്നെങ്കിൽ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് 24,100 എന്ന് പറഞ്ഞ ഈ സോണിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഈ രണ്ട് ഏരിയാസിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ പോസിബിലിറ്റീസ് മുന്നേ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആൻഡ് മാർക്കറ്റ് മേ ബി ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ഒബ്വിയസ്ലി മാർക്കറ്റിൻ്റെ അടുത്ത ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് 24,000 എന്ന് പറഞ്ഞ ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ അവസാന മിനിറ്റിൽ വന്ന ആ ഒരു സെല്ലിംഗ് പ്രഷർ നിങ്ങൾ കണക്കാക്കേണ്ട. നിഫ്റ്റിയിൽ എന്താ നടക്കുന്നതെന്ന് ഇപ്പോൾ സെബിക്ക് പോലും ധാരണയുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 2 ഡിമാൻഡ് സോൺസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഈ 2 ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആൻഡ് ഒരു സെല്ലിംഗ് സോണായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഏരിയാസ് ഈ 2 ഏരിയാസാണ്. ഓക്കെ, 23,360 to 24,400. 24,360 to 24,400 മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാൻ മൈനറായിട്ടുള്ള ഈ ഇത്രയും ലെവൽസ് മാത്രമേ ഇന്ന് വരയ്ക്കുന്നുള്ളൂ. ബാക്കി ലെവൽസ് മാർക്കറ്റ് ടൈമിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ബാക്കി അപ്ഡേറ്റുകൾ ലൈവ് മാർക്കറ്റ് ഒരു 10 മണിക്ക് ശേഷം എങ്ങനെ പ്ലേ ചെയ്യുന്നു നോക്കിയ ശേഷം ബാക്കി അപ്ഡേറ്റുകൾ ഞാൻ തരുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ജോയിൻ ചെയ്തിട്ടില്ലാത്ത ജോയിൻ ചെയ്യുക. അപ്പോൾ മാർക്കറ്റിൻ്റെ ബാക്കി അപ്ഡേറ്റുകൾ ആ ഒരു സമയത്ത് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യാം. ഇന്ന് ഏതെങ്കിലും സ്റ്റോക്സ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് സ്റ്റോക്സ് വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഫെഡറൽ മോഗുൾ എന്ന് പറഞ്ഞ കമ്പനി ഞാൻ 540 റേഞ്ച് അടുപ്പിച്ച് വാങ്ങിയതാണ്. ഇന്നലെ ഇപ്പം ക്ലോസിങ് 548 റേഞ്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 580, 600 റേഞ്ചിൽ ഞാൻ ടാർഗറ്റ് വെച്ച് ഹോൾഡ് ചെയ്യുകയാണ്. ഓക്കെ, ബ്രേക്ക് ഔട്ട് റീറ്റർ സെറ്റപ്പ് പോലെയാണ് ഞാൻ വാങ്ങിയത്. കുറച്ച് റിസ്കി എൻട്രിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ സ്കിപ്പർ ഒരു പ്രോഫിറ്റ് തന്ന ശേഷം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് 547 റേഞ്ചിൽ. അപ്പോൾ ഇത് ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. പിന്നെ GIPCL എന്ന് പറഞ്ഞ കമ്പനി, ഗുജറാത്ത് ഇൻഡസ്ട്രീസ് പവർ കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ടാർഗറ്റ് 218 ആൻഡ് 220 ആണ് ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ട്രേഡുകളാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നലെ ഞാൻ ഒരുപാട് സ്റ്റോക്സിൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇൻഡോമിം എന്ന് പറഞ്ഞ കമ്പനി ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. അതൊരു റിസ്കി എൻട്രിയാണ്. ആൻഡ് മീഡിയം ടേം ഹോൾഡിങ് ഇത് വലിയ ക്വാണ്ടിറ്റി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ റിസ്കി എൻട്രി ആയിട്ട് മോർണിംഗ് ട്രേഡിനായിട്ട് വാങ്ങിയതാണ് ഇൻഡോമിം എന്ന് പറയുന്നത്. അതും കണ്ടിന്യൂസ്ലി ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ ഒരുപാട് സ്റ്റോക്കിൻ്റെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ക്യാഷ് സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടെ എൻട്രീസ് പുഷ് ചെയ്യാനായിട്ടായിരിക്കും നോക്കുക. അപ്പം നിങ്ങളും അതൊന്ന് എൻ്റെ കൂടെ ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ വേറെ കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. മാർക്കറ്റ് ഇന്നൊന്ന് ഒരു 10 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്യും. എന്നിട്ട് മാത്രമേ കൂടുതൽ അപ്ഡേറ്റുകൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാം. ഞാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് വളരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ താങ്ക് യു.